MTN News, Malayalam Television Network. ദേശീയപാത 6 വരിപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം പാലച്ചിറമാട് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. നേരിയ മഴയിൽ പോലും ചെളിയും മണ്ണും കലർന്ന വെള്ളം വീടുകളിലേക്കും കിണറുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പ്രദേശത്തെ റേഷൻ കടയിലും പലചരക്ക് കടകളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായി. കിണറുകളിൽ ചെളിവെള്ളം നിറഞ്ഞതോടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മേലെ കോയിശ്ശന ഭാഗത്തു നിന്നുള്ള മഴവെള്ളം ഒഴുകിപ്പോവാൻ കൃത്യമായ ഔട്ട്ലെറ്റ് സംവിധാനം ഒരുക്കാത്തതാണ് പ്രശ്നം. പാതിവഴിയിൽ നിലച്ച ഡ്രൈനേജ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. പ്രശ്നം രൂക്ഷമായതോടെ പെരുമണ്ണ ക്ലാലി പഞ്ചായത്ത് പ്രസിഡന്റ് CC സാഹിറയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ ചുമതലയുള്ള KNRC കമ്പനി അടിയന്തരമായി ഇടപെടണമെന്നും വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എന്റെ സഹപ്രവർത്തകരായ അലിയസ്രത്ത് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ്, വാർഡ് മെമ്പർ, ഇവരുടെ ഈ ഞങ്ങളെ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡും 6ാം വാർഡും ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ അശാസ്ത്രീയമായി ഡ്രെയിനേജ് നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തില് ഇന്നലെ മിനിയാന്നും പെയ്ത മഴയിൽ ഒരുപാട് വെള്ളം വന്നിട്ട് ഇവിടെ കടകളും റേഷൻ കട അടക്കമുള്ള കടകൾക്ക് വലിയ തോതില് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഞങ്ങള് കലക്ടർക്കും KNRCക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ചീമാടൻ ഷെരീഫ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അഷ്റഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തിലെ പ്രത്യേകിച്ച് കോഴിച്ചന മുതലുള്ള ചെറിയൊരു മഴ പെയ്താൽ പോലും ആ വെള്ളം മൊത്തം കളക്റ്റായി വന്നിട്ട് ഈ 4ാം വാർഡിലൂടെ വന്ന് 6ാം വാർഡിലേക്ക് വരികയാണ്. അപ്പൊ 4ാം വാർഡിൽ തന്നെ വീട്ടിത്തങ്ങൾ റോഡ് അപകടാവസ്ഥയിലാണ്, പോകാൻ കഴിയുന്നില്ല. അതേപോലെ ഇവിടെ ഇത് 2, 3, 4 തവണയായി. ഇന്നലത്തെ സത്യം പറഞ്ഞാൽ ഇന്നലെ വലിയൊരു മഴയൊന്നുമല്ല, ചെറിയ മഴ വന്നപ്പോത്തിന് ഇവിടെ ഒരു റേഷൻ കട, അതേപോലെ തന്നെ ഒരു ജനറൽ സ്റ്റോർ, അതിന് അങ്ങേപ്പത്തെ ഫർണിച്ചർ, പിന്നെ നല്ല കുടിവെള്ളമുള്ള കിണറ്, മൊത്തത്തിൽ ടോട്ടലി ആകെ പ്രോബ്ലം ആയി, വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോ അതിന്റെ അശാസ്ത്രീയമായ ഈ നിർമ്മാണത്തിൽ വന്ന വലിയൊരു ഭാഗപ്പിഴവ് തന്നെയാണ് അങ്ങനെ. അപ്പൊ അതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടു. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.